ദൈവത്തിന് സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗസ്ഥനായ ദൈവം ഈ പുതിയ വർഷത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ എൻ്റെ സന്ദേശം ഇവിടെ ആരംഭിക്കുകയാണ്. പക്ഷേ അതിനു മുമ്പ് ഒരു ചെറിയ ഫലിതം പറയാം. ഒരിക്കലൊരു കോളേജ് വിദ്യാർത്ഥി തൻ്റെ പ്രൊഫസറെ കണ്ടിട്ട് പറഞ്ഞു, സാറേ, എനിക്കൊരു 15 മിനിറ്റ് തരണം. ഞാൻ സാറിൻ്റെ വീട്ടിലോട്ട് വന്ന് സംസാരിക്കാൻ എനിക്ക് അവസരം തരാമോ? വന്നാട്ടെ. സാറിൻ്റെ വീട്ടിൻ്റെ അഡ്രസ്സ് ഒന്ന് പറയാമോ? അത് ഇന്ന ബ്ലോക്കിനകത്ത് വീട് നമ്പർ K13B. ശരി. എന്നിട്ട് അവിടെ വന്നു കഴിഞ്ഞിട്ട് നീ തോളുകൊണ്ട് ഞങ്ങളുടെ കാളിംഗ് ബെല്ലയിൽ ആ ബെല്ലയിലൊന്ന് ഞെക്കണം. അതിനാ സാറേ തോളുകൊണ്ട് നിൽക്കുന്നേ? അല്ല, നീ ആദ്യമായിട്ട് എൻ്റെ വീട്ടിൽ വരത്തില്ലയോ? എന്തെങ്കിലും വലിയൊരു പാക്കറ്റ് സമ്മാനമൊക്കെ എല്ലാറ്റിലും വരുത്തുള്ളൂ. അപ്പം എൻ്റെ കൈ ഒഴിവല്ലല്ലോ. സാറും പ്രൊഫസറും വലിയ ആളായിരുന്നു അല്ലേ? ഫലിതമാണ്. പ്രൊഫസർമാരാരും അങ്ങനെ പറയത്തില്ല എന്നെനിക്ക് നല്ലതുപോലെ അറിയാം. എങ്കിലൊരു ഫലിതം. ഹല്ലേലൂയ. ഈ ഹാപ്പി ന്യൂ ഇയർ പറയുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ. ഹിന്ദിക്കകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നയാ സാൽ കാ ശുഭകാമനായി. മലയാളത്തിൽ ഞാൻ പറഞ്ഞാൽ 2026 പുതുവർഷത്തിലേക്ക് ദൈവിക അനുഗ്രഹത്തിൻ്റെ, ദൈവത്തിൻ്റെ സമാധാനത്തിൻ്റെ, ദൈവത്തിൻ്റെ അഭിവൃദ്ധിയുടെ, പ്രോസ്പെറിറ്റിയുടെ, ആത്മീക വളർച്ചയുടെ ആശംസകൾ. ചിലർക്ക് പ്രോസ്പെറിറ്റി എന്ന് പറയുമ്പോഴേ ഇഷ്ടക്കേടാവും അല്ലേ? അവർ ഹോസ്പിറ്റലിലാണ് താമസിക്കുന്നത് അല്ലേ? ഞാൻ ഈ ഇടയ്ക്ക് കഴിഞ്ഞ ഒരു ദിവസത്തിലും ഒരിടത്ത് പ്രസംഗിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പ്രസംഗിക്കുന്നതിന് മുമ്പ് ഒരാൾ വന്നു വെച്ച് പറഞ്ഞു, ഞാൻ ഒരിക്കൽ ഒരിടത്ത് പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സഭക്കാർക്ക്, ഞങ്ങളുടെ സഭയുടെ തലപ്പത്തിരിക്കുന്നവർക്കൊക്കെ ഒരു സംശയം, ഞാൻ പ്രോസ്പെരിറ്റി ഗോസ്പലിൽ പോയതാണോ എന്ന്. അത് കഴിഞ്ഞപ്പോഴേ ഞാൻ പ്രസംഗിച്ചത്. ഞാൻ അദ്ദേഹം തിരുത്തിക്കൊണ്ട് പറഞ്ഞു, നമ്മളെല്ലാവരും പ്രസംഗിക്കുന്നത് പ്രോസ്പെരിറ്റി ഗോസ്പൽ അല്ലാതെ ആരെങ്കിലും ഉണ്ടോ? അല്ലാത്തവർ പോവർട്ടി ഗോസ്പൽ പ്രസംഗിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞു, 1986 ഞാൻ ഡൽഹിയിൽ വന്നപ്പോൾ ഒരൊറ്റ പാസ്റ്റർക്ക് പോലും, അന്നത്തെ ഇവിടുത്തെ ഏറ്റവും വലിയ പാസ്റ്റർ K. ജോയിയാണ്, ഒരൊറ്റ പാസ്റ്റർക്ക് പോലും സ്കൂട്ടറില്ല. എല്ലാവരും ബസ്സിനകത്താണ് യാത്ര ചെയ്യുന്നത്. എല്ലാവരുടെയും വീട്ടിലൊരു സൈക്കിളേ കാണത്തുള്ളൂ. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഇന്ന് നിങ്ങളെല്ലാവരും വന്നിരിക്കുന്ന പാസ്റ്റർമാരെല്ലാം വന്നിരിക്കുന്ന സ്വന്തം കാറിനകത്ത്. ആര് പറഞ്ഞു പ്രോസ്പെരിറ്റി അല്ലെന്ന്? പ്രോസ്പെരിറ്റി ഇല്ലെന്ന് പറയുന്ന പാസ്റ്റർമാരുടെയും ദൈവദാസന്മാരുടെയും വീട്ടിൽ ചെന്ന് നോക്കിയാട്ട് പട്ടക്കാരാകാം, ആരെങ്കിലും ആകാം. അവരുടെയെല്ലാം വീട്ടിൽ തൂക്കിയിട്ടിരിക്കുന്ന വാക്യങ്ങളെല്ലാം അനുഗ്രഹത്തിൻ്റെതാണ്. ഒന്നിനകത്ത് പോലും നീ കഷ്ടപ്പെടും, നീ പട്ടിണി കിടക്കും, നിനക്ക് ഞെരുക്കം ഉണ്ടാകും എന്ന് പറയുന്നതും വേദപുസ്തകത്തോളം എന്തുകൊണ്ട് ഇടുന്നില്ല? ദൈവം അനുഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ മക്കളെയെല്ലാം നമ്മൾ ഗൾഫിൽ വിടുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ അമേരിക്കയിൽ വിടുന്നത്? ഞാൻ നിങ്ങളെ ആശംസിക്കുകയാണ്. വീണ്ടും പറയുന്നു, 2026 പുതുവർഷത്തിലേക്ക് ദൈവിക അനുഗ്രഹത്തിൻ്റെ, ദൈവത്തിൻ്റെ സമാധാനത്തിൻ്റെ, ദൈവത്തിൻ്റെ അഭിവൃദ്ധിയുടെ, പ്രോസ്പെരിറ്റിയുടെ, ആത്മീക വളർച്ചയുടെ ആശംസകൾ ഞാൻ നിങ്ങൾക്ക് നേരുകയാണ്. ഇതാ ഒരു ഹോംവർക്ക് തരാം. നിങ്ങൾ വീട്ടിലിരിക്കുകയാണല്ലോ അല്ലേ? ഒരു കടലാസ് എടുക്കണം. അതിനകത്ത് 2 കോളം, 1, 2. ഇടത്ത് വശത്ത് എഴുതുക 2025, വലത്ത് വശത്ത് എഴുതുക 2026. ആ 2025 പറ്റിയ അബദ്ധങ്ങളൊക്കെ എഴുതിയാട്ട്, ചെയ്യാൻ കഴിയാതിരുന്നത്, സംഭവിച്ചു പോയ പരാജയങ്ങൾ, അനുസരണക്കേട്, ദൈവത്തോട്, മനുഷ്യരോട്, മറ്റുള്ളവരോട്, അപ്പനും അമ്മയോടും ഒക്കെ ചെയ്ത അനുസരണക്കേട് ഒക്കെ എഴുതിയാട്ട്. എന്നിട്ട് വലത്ത് വശത്ത് 2026 ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ എഴുതിയാട്ട്, ആഗ്രഹങ്ങളൊക്കെ എഴുതിയാട്ട്. എന്നിട്ടൊരു കത്രിക എടുത്തിട്ട് ഇത് 2ആയിട്ട് മുറിക്കുക. 2025ഉം 2026ഉം 2ആക്കുക അല്ലേ? 2ആക്കുക. എന്നിട്ട് 2025 തീക്കകത്തിട്ട് കത്തിച്ച് കളയുക. തീക്കത്തിടണം. ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, 2025 തീ കത്തിച്ച് കളയുക. അബദ്ധം പറ്റിപ്പോയതില്ലയോ? പക്ഷേ 2026 സൂക്ഷിച്ചു വെച്ചാട്ട്, വേദപുസ്തകത്തിനകത്ത് വെച്ചാട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള തീരുമാനങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ എഴുതിയാട്ട്. ഹല്ലേലൂയ. 26 ഇതാ ഒരു സന്ദേശം ഞാൻ തരികയാണ്. പുതിയ വർഷത്തേക്ക് ഒരു സന്ദേശം തരികയാണ്. ഈ ദിവസം നമുക്ക് ആദ്യമായി ഇന്നേ വരെ ദൈവം ചെയ്ത നന്മകളെ എണ്ണി ദൈവത്തെ സ്തുതിക്കാം. പാട്ടുണ്ടല്ലോ, എണ്ണി. എപ്പോഴെങ്കിലും എണ്ണിയിട്ടുണ്ടോ? ഒരു കടലാസ് എടുത്ത്, വേറൊരു കടലാസ് എടുത്ത് കഴിഞ്ഞും വെച്ചാൽ കർത്താവ് ചെയ്തിട്ടുള്ള നന്മകളൊക്കെ ഒന്ന് എഴുതിയാട്ടെ. ഒന്ന്, നിങ്ങൾക്ക് ജന്മം തന്നു, അത് വിശദീകരിക്കാനൊക്കത്തില്ല അല്ലേ? പുരുഷൻ്റെ ബീജം ഒത്തിരിയുണ്ട്, കോടിക്കണക്കിനുണ്ട്. അതിനകത്തൊന്നും ഒരു ബീജം എൻ്റെ സ്വർഗസ്ഥനായ ദൈവം ജീവൻ തന്നതാണ് ഞാൻ നീയും. ഹല്ലേലൂയ. നിനക്ക് വിദ്യാഭ്യാസം തന്നില്ലയോ? പ്രൈമറി സ്കൂളിൽ, മിഡിൽ സ്കൂളിൽ, ഹൈസ്കൂളിൽ, കോളേജിൽ വിദ്യാഭ്യാസം തന്നില്ലയോ? നിനക്ക് ആരോഗ്യം തന്നില്ലയോ? എനിക്ക് 84 വയസ്സായി, 55 കയറാൻ പോവാണ്. ഹല്ലേലൂയ. എനിക്ക് ആരോഗ്യം തന്നിട്ടില്ലയോ? ദൈവത്തെ സ്തുതിക്കുക. ഒന്നുമല്ലെങ്കിൽ എൻ്റെ കാലെങ്കിലും അനങ്ങുന്നില്ലയോ?
ഒന്നുമല്ലെങ്കിൽ നിൻ്റെ കണ്ണെങ്കിലും കാണത്തില്ലയോ? നിനക്ക് എന്തെങ്കിലുമൊക്കെ തന്നിട്ടില്ലയോ? അതിന് ദൈവത്തെ സ്തുതിക്കുക. നിനക്ക് വീട് തന്നിട്ടുണ്ടോ? സ്തുതിക്കുക. സ്നേഹിതരെ തന്നിട്ടുണ്ടോ? സ്തുതിക്കുക. നീ രക്ഷിക്കപ്പെട്ടോ? സ്തുതിക്കുക. നിനക്ക് സ്വന്തമായിട്ടൊരു വാഹനം കിട്ടിയോ? സ്തുതിക്കുക. ഹല്ലേലൂയ. എന്നിട്ട് കഴിയുമെങ്കിൽ പിന്നെ വേറൊരു കടലാസോടെ എടുത്താട്ടെ കേട്ടോ, ഈ പറഞ്ഞത് കൂടാതെ ഏതാ ദൈവം ചെയ്തിട്ടുള്ള നന്മകളെ എഴുതാനായിട്ട് വേറൊരു കടലാസോടെ എടുത്തിട്ട് 2025 കഴിഞ്ഞ വർഷത്തിൽ നടന്ന നല്ല കാര്യങ്ങൾ എഴുതിയാട്ടെ. എന്തൊക്കെയാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്തത്, അല്ലേ? നമ്മൾ എന്നിട്ട് എടുക്കണം. 2026 ഈ 25 സംഭവിച്ച തെറ്റുകൾ 2026 സംഭവിക്കാതെ ഞാൻ എന്നെ തന്നെ സൂക്ഷിക്കും. 2025 പറ്റിയ തെറ്റുകൾക്ക് ദൈവത്തോട് ക്ഷമ ചോദിച്ചാട്ടെ. കർത്താവെ, അബദ്ധം പറ്റിപ്പോയി, ക്ഷമ ചോദിക്കാം. ഒന്ന്, ഇന്നേ വരെ സകലത്തിനും നന്ദി പറയണം. എഴുതിയാട്ടെ. ഒന്ന്, ഇന്ന് വരെ ചെയ്ത സകലത്തിനും ദൈവത്തിന് നന്ദി പറയണം. രണ്ട്, പ്രാർത്ഥിക്കണം. യേശു കർത്താവേ, അങ്ങയുടെ കാൽപ്പാടുകളിൽ ഫുട് പ്രിൻറ്റ്സ് അവിടെ ചവിട്ടി നടക്കുവാൻ 2026 എന്നെ സഹായിക്കണം. 2025 എവിടെയൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട് കർത്താവേ. പക്ഷേ 2026 പാളം തെറ്റാതെ നടക്കുവാൻ എന്നെ സഹായിക്കണം. എൻ്റെ കൈ നിൻ്റെ കയ്യിലേക്ക് തരാം. ഈ ബലഹീനമായ കയ്യിൽ പിടിച്ച് എന്നോടൊപ്പം നടന്നാലും ഞാൻ നിന്നോടൊപ്പം നടക്കട്ടെ. ഞാൻ ജനിച്ചു വളർന്ന ഒരു കാട്ടുപ്രദേശത്താണ്, നിങ്ങൾക്കറിയാം. അവിടുന്ന് ഞങ്ങൾക്ക് പള്ളിയിൽ പോകണമെങ്കിൽ ഒരു തോട് കിടക്കണമായിരുന്നു. തോട് കിടക്കണമെന്ന് വെച്ചാൽ ഏകദേശം ഒരു 20-25 അടി നീളമുള്ള എന്ന് പറഞ്ഞാൽ 25 അടി മീറ്ററിനകത്ത് കണക്കൂട്ടാൻ സമയം എടുക്കും എനിക്ക്. ഞാൻ പഴയ മനുഷ്യനായതുകൊണ്ട് അടിയിലാണ് ഓർക്കുന്നത്. അടി എന്ന് പറഞ്ഞാൽ ഈ അടിയല്ല, 10-25 അടി ഉള്ള ഒരു ഒഴുകുപാറ. ആ പാറയുടെ പുറത്തൂടെ വെള്ളം, ഇത്രയേ ഉള്ളൂ വെള്ളം. പക്ഷേ അതിങ്ങനെ ഒഴുകുന്ന പായൽ പിടിച്ച് കിടക്കുക. അതിൽ കൂടെ അങ്ങനെ അധികം ആളുകൾ യാത്ര ചെയ്യാറില്ല. പോകുന്ന അപ്പുറത്തൂടാണ് പോകുന്നത്. പക്ഷേ ഞങ്ങൾക്ക് പള്ളിയിൽ പണി ഇതുവഴി വേണം. പപ്പ അതിലെ കൂടെ പോയിട്ട് ഇങ്ങനെ ആ പായലൊക്കെ മാറ്റി വെച്ച് ഞങ്ങളെ ഓരോരുത്തരെയും, അമ്മച്ചിയെ പിന്നെ ഞങ്ങളെ ഓരോരുത്തരെയും കൊണ്ടുപോകുമായിരുന്നു. പറയണം, കർത്താവ്, ഈ ബലഹീനമായ കൈ നിൻ്റെ കൈ തരാം. ഈ ഒഴുകുപാറ, ഇതിൻ്റെ ഒഴുകുപാറ എന്നാണ് പറയുന്നത്. ആ ഒഴുകുപാറയിൽ നടക്കുവാൻ എന്നെ സഹായിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. ഈ കൈ പിടിച്ച് എന്നോടൊപ്പം നടന്നാലും ഞാൻ നിന്നോടൊപ്പം നടക്കട്ടെ കർത്താവേ. എന്നെ അങ്ങയെപ്പോലെ ആകുവാൻ സഹായിച്ചാലും, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. നമ്പർ 1, എനിക്ക് അങ്ങയെപ്പോലെ ആകുവാൻ സഹായിച്ചാലും. ആർദ്രകരുണയുള്ള ഒരുവനാകുവാൻ എന്നെ സഹായിക്കണം. സമയമെടുത്താലും ശരി. സംസാരത്തിലോ പ്രവൃത്തിയിലോ പരാജയപ്പെടുമ്പോൾ അങ്ങ് എന്നെ സഹായിക്കണം. ഞാൻ ചെയ്യേണ്ട പ്രവൃത്തി ചെയ്യുവാൻ കഴിവില്ല എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ എന്നെ സഹായിക്കണം. ഞാൻ ക്ഷമ ചോദിക്കുവാൻ, കൊടുത്തു തീർക്കുവാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഞാൻ കൊടുക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ കർത്താവെ, നീ എന്നോട് ക്ഷമിക്കണം, എന്നെ കൊടുത്തു തീർക്കുവാൻ സഹായിക്കണം. നിങ്ങൾക്ക് സക്കായിയുടെ കഥ ഓർമ്മ വരുന്നുണ്ടല്ലോ, അല്ലേ? ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. സക്കായിയോ നിന്ന കർത്താവിനോട്, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് തിരിച്ചു കൊടുത്തോളാം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ആരുടെയെങ്കിലും കോടാലി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും രൂപ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും ഒരു പുസ്തകം വാങ്ങി തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊടുക്കണം. എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടത്തില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അദ്ദേഹം BSc സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു, പരീക്ഷ പാസ്സായി. അത് കഴിഞ്ഞപ്പോഴാണ് ഓർത്ത് ഞാൻ കോപ്പി അടിച്ചിട്ടാണ് വാങ്ങിച്ചത്. അദ്ദേഹം തിരികെ കൊടുത്തു. സാക് പൂനൻ, അദ്ദേഹത്തിൻ്റെ വെബ് പേജ് കിടക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ പറയാം. അദ്ദേഹം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് കള്ള ട്രെയിൻ കയറിപ്പോയായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് വെച്ച് അദ്ദേഹത്തിന് കുറ്റബോധം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അത്രയും രൂപയുടെ ടിക്കറ്റ് രണ്ടാമത് വാങ്ങിച്ച് മുഴുവൻ കീറിക്കളഞ്ഞു. കൊടുത്തു തീർക്കണം കേട്ടോ. വെറുതെ നടന്നാൽ പോരാ, വെറുതെ ഹല്ലേലൂയ പറഞ്ഞ് നടന്നാൽ പോരാ. കൊടുത്തു തീർക്കണം, പറഞ്ഞു തീർക്കണം. ചിലപ്പോൾ അഭിമാനം പോയെന്ന് വരാം. ഹല്ലേലൂയ. കർത്താവേ, ഞാൻ ചെയ്യേണ്ട പ്രവൃത്തി ചെയ്യുവാൻ എനിക്ക് കഴിവില്ല എന്ന് ചിന്തിക്കുന്ന സമയത്ത് നീ എന്നെ സഹായിക്കണം. ഈ കൈ പിടിച്ച് നടക്കണമേ കർത്താവ്. ദേഷ്യം വരുമ്പോൾ അങ്ങനെ സഹായിക്കണം. പാപചിന്തകൾ ഹൃദയത്തിൻ്റെ വാതിലിൽ മുട്ടുമ്പോൾ അങ്ങനെ സഹായിക്കണം. ലൂക്കോസ് 9:57 മുതൽ 62 വരെ. അവർ വഴി പോകുമ്പോൾ ഒരുത്തൻ അവനോട്, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാമെന്ന് പറഞ്ഞു. യേശു അവനോട്, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവജാതിക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തല ചായ്ക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു. അവൻ വേറൊരുവനോട്, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൻ, ഞാൻ മുമ്പേ പോയി എൻ്റെ അപ്പനെ അടക്കം ചെയ്യുവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു. ചത്തിട്ടില്ല ഇതുവരെ. ചത്തെങ്കിൽ അവനിവിടെ കാണത്തില്ലായിരുന്നു, അവിടെ കാണേണ്ടതാണ്. പറയാം, എൻ്റെ അപ്പൻ ചത്തിട്ട് പിന്നെ ഞാൻ വരാം, BRS കിട്ടിക്കഴിഞ്ഞിട്ട്.
യേശുവിനോട് മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്കുക എന്ന് പറഞ്ഞു. മറ്റൊരുവൻ, കർത്താവെ, ഞാൻ നിന്നെ അനുഗമിക്കാം, ആദ്യം എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറയുവാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു. യേശു അവനോട്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവനാരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല എന്ന് പറഞ്ഞു. ആരോടെങ്കിലും ക്ഷമ ചോദിക്കാനുണ്ടോ? കർത്താവെ, നീ എന്നെ വിളിച്ചപ്പോൾ ഞാൻ വന്നില്ല, എന്നോട് ക്ഷമിക്കണമേ, താമസിച്ചു പോയി. പലരും എൻ്റെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ, വർഗീസ് പറയാൻ ഞാൻ അമേരിക്കയ്ക്ക് പോയത് ബൈബിൾ പഠിക്കാനല്ല, അമേരിക്ക താമസിക്കാനാണ്. പക്ഷേ ഞാൻ അപേക്ഷ കൊടുത്തത് അമേരിക്കക്കാർക്കല്ല എന്നോട് പിണക്കമുണ്ടാ കാര്യത്തിനകത്ത്. അതുകൊണ്ട് അവിടെ കൺവെൻഷനൊന്നും എന്നെ വിളിക്കാത്തത്. പക്ഷേ എനിക്ക് വേറെ എത്രയോ ചർച്ചകൾ ദൈവം ഓപ്പൺ ചെയ്തു തന്നിട്ടുണ്ട്, സാഹിബ്മാരുടെ കോൺഫറൻസുകൾ സംസാരിക്കാനായിട്ട്. ഹല്ലേലൂയ. ഞാനൊരിക്കൽ പറഞ്ഞു, എന്നെ ചർച്ചിൽ വിളിച്ചില്ലെങ്കിൽ ഞാൻ ബസ് സ്റ്റാൻഡിൽ ഇരുന്നുകൊണ്ട് പ്രസംഗിക്കും എന്ന് ആദ്യകാലത്ത് പറഞ്ഞ, പട്ടാളത്തിരിക്കുമ്പോൾ പറഞ്ഞാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം എനിക്കൊന്നിരുന്ന കൺവിക്ഷനെതിരായിട്ട് ഞാൻ പ്രസംഗിക്കത്തില്ല. കർത്താവെ, എൻ്റെ കഴിഞ്ഞ കാലത്ത് പ്രാർത്ഥിക്കുവാനുള്ള സമയം കുറഞ്ഞു പോയി, അടുത്ത വീട്ടിൽ പോയി സുവിശേഷം പറയാനുള്ളത് മറന്നുപോയി. കർത്താവെ, പ്രാർത്ഥിക്കുവാനുള്ള സമയം കുറഞ്ഞു പോയി, ഞാൻ നിന്നോട് പറഞ്ഞതാണ് 1 മണിക്കൂർ പ്രാർത്ഥിക്കാമെന്ന് മറന്നുപോയി, ക്ഷമ ചോദിക്കാം. യേശുവിൻ്റെ ശിഷ്യനാണെന്ന് പറയുവാൻ, ആരെയെങ്കിലും കാണിച്ചു കൊടുക്കുവാൻ എനിക്ക് പരാജയപ്പെട്ട അവസരങ്ങളുണ്ട് അല്ലേ? ആരോടെങ്കിലും പറയുവാൻ. ഇങ്ങനെ ഞാനൊരു കഥ ഇങ്ങനെ ഒരിക്കൽ പറഞ്ഞു, ഇവിടെ നിങ്ങളൊക്കെ പറഞ്ഞാണ്. ഒരാൾ പിരിയുന്ന സമയത്ത് പറയണം, എഴുന്നേറ്റ് വന്നു പാർട്ടി കൊടുക്കുമ്പോൾ പറഞ്ഞു. ഒരാൾ എഴുന്നേറ്റ് പറയണം, ഈ കഴിഞ്ഞ വർഷം 25 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യാനുള്ള കൃപ സ്വർഗസ്ഥനായ ദൈവം എനിക്ക് തന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരാൾ എന്ന് പറയുന്നത്, നിങ്ങൾ വിശ്വാസിയായിരുന്നോ? ആയിരുന്നു. അയ്യോ, ഞാനും വിശ്വാസിയാണ്. അയാൾ 15 വർഷമായിട്ട് അവിടെ ജോലി ചെയ്യുന്നു, അറിഞ്ഞിട്ട് ഇദ്ദേഹമാണ്. നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കണം, മറ്റുള്ളവർക്ക് അറിയണം നിങ്ങൾ യേശു ഭക്തനാണ്, യേശു ശിഷ്യൻ. കർത്താവെ, യേശുവിൻ്റെ ശിഷ്യനാണെന്ന് പറയുവാൻ, കാണിച്ചു കൊടുക്കുവാൻ ഞാൻ പരാജയപ്പെട്ട അവസരം കൊണ്ട് ക്ഷമിക്കണമേ. മറ്റൊരു ചിലരെ ഞാൻ ന്യായം വിധിച്ച് ചിന്തിച്ച് സംസാരിച്ചുകൊണ്ട് ക്ഷമിക്കണമേ കർത്താവ്. അയാൾക്ക് ആ കുഴപ്പമുണ്ട്, അയാൾക്ക് ഈ കുഴപ്പമുണ്ട്, അയാൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇയാൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് പറയുന്നത് കർത്താവ് ന്യായം വിധിച്ചിട്ടുണ്ട്. വേറൊരാളുടെ ദാസനെ വിധിക്കുവാൻ നീ ആര്? വേദോസ്തവത്തിൽ കോട്ട് ചെയ്താണ് കേട്ടോ. നീ ആര്? അതിൻ്റെ മനസ്സിലിരിക്കട്ടെ. ഞങ്ങൾ കൂടെ പറയുന്നത്, ഒരാളിൻ്റെ ഒരു കഥ ഉദാഹരണത്തിനായിട്ട് പറയണമെങ്കിൽ, മോശമായിട്ടുള്ളതാണെങ്കിൽ പേര് പറയാതെ പറയണം. എനിക്കറിയാവുന്ന ഒരാളിൻ്റെ കഥ പറയാം, പേര് പറയത്തില്ല, അദ്ദേഹം ഇങ്ങനെ ഒരു അബദ്ധം കാണിച്ചു, നിങ്ങൾ ഈ അബദ്ധം കാണിക്കരുത്, പറയാം. ഞാൻ ന്യായം വിധിച്ച് സംസാരിച്ചിട്ടുണ്ട്, ചിന്തിച്ചിട്ടുണ്ട്, ക്ഷമിക്കണമേ. അടുത്തത്, എന്നോട് തെറ്റ് ചെയ്തോട് ക്ഷമിക്കുവാൻ കഴിയാതിരുന്നതിനോട് ക്ഷമിക്കണമേ. ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ് കേട്ടോ. നിങ്ങളോട് തെറ്റ് ചെയ്തോട് ക്ഷമിക്കാൻ നിങ്ങൾ കഴിഞ്ഞു? എനിക്ക് നല്ല പ്രാഗൽഭ്യത്തോടെ പറയുവാൻ കഴിയും. എന്നോട് ആരെല്ലാം തെറ്റ് ചെയ്തു 2025 ഇതുവരെ ഉള്ളതിനകത്ത് ആരോടും ക്ഷമിക്കാതിരുന്നു ക്ഷമിക്കണം. ഹൃദയത്തിനകത്ത് ക്ഷമിക്കണം. ഹൃദയത്തിൻ്റെ എങ്ങനെയാണ് സാധിക്കുന്നത്? ഒരാളിനോട് ക്ഷമിക്കാൻ എനിക്ക് 6 മാസം എടുത്തു. ഞാൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവ് 6 മാസം കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് അദ്ദേഹത്തെ അനുഗ്രഹിക്കണം, മകളെ അനുഗ്രഹിക്കണം, മരുമകനെ അനുഗ്രഹിക്കണം, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം, കൊച്ചുമകളെ അനുഗ്രഹിക്കണം, സഭയെ അനുഗ്രഹിക്കണം, ശുശ്രൂഷയെ അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. വീട്ടിൽ പോയി കുറച്ച് രൂപയും കൊടുത്തു. ഹല്ലേലൂയ. ക്ഷമിക്കണം. ഹല്ലേലൂയ. അടുത്തത്, നിരപ്പ് പ്രാപിക്കാൻ താമസിച്ചു പോയി. കർത്താവെ, നിരപ്പ് പ്രാപിക്കാൻ, ശത്രുവുമായിട്ട്, ദേഷ്യമുള്ളവരുടെ മരുമകളുമായിട്ട്, അമ്മായിമ്മയായിട്ട്, പാസ്റ്ററുമായിട്ട്, വിശ്വാസികളുമായിട്ട് നിരപ്പ് പ്രാപിക്കാൻ താമസിച്ചു പോയി. 2020 ഈ വർഷം ഒരു അനുഗ്രഹത്തിൻ്റെതായിരിക്കണം കേട്ടോ. വെറുതെ നമ്മൾ ജുബ്ബായിട്ട് നടന്നാൽ പോരാ, നമ്മൾ കുപ്പായിട്ട് നടന്നാൽ പോരാ, നമ്മൾ സാരിയും ചുറ്റി നടന്നാൽ പോരാ. ഈ 2025 പറ്റിയ അബദ്ധങ്ങൾക്ക് ക്ഷമ ചോദിച്ച് ഹല്ലേലൂയ 2026 മുമ്പോട്ട് പോകുവാൻ നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ പിതാക്കന്മാർ പോയി തെറ്റുകൾ, ഹല്ലേലൂയ. താഴ്ന്ന ജാതിക്കാരെ നമ്മൾ മുറ്റത്തിരുത്തിയില്ലയോ? ഇല്ലയോ? ഹല്ലേലൂയ. അവരെ കറമ്പിയെന്ന് വിളിച്ചില്ലയോ? അവരുടെ ജാതി പറഞ്ഞവളെ വിളിച്ചില്ലയോ? ക്ഷമ ചോദിക്കണം, ക്ഷമ ചോദിക്കണം. 4 1 തിമോത്തിയോസ് 1:12 മുതൽ 14 വരെ. 1 തിമോത്തിയോസ് 1-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 14 വരെ. എനിക്ക് ശക്തി നൽകി ക്രിസ്തു യേശു എന്ന നമ്മുടെ കർത്താവ് എന്ന വിശ്വസ്തൻ എന്ന് എണ്ണി ശുശ്രൂഷയ്ക്ക് ആക്കിയതുകൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. ഞാൻ നോക്കാം. എനിക്ക് ശക്തി നൽകിയ ക്രിസ്തു യേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്ന് എണ്ണി ശുശ്രൂഷയാക്കിയിരിക്കുന്നു. ഞാൻ ഏറ്റവും ദൈവത്തോട് നന്ദി പറയുന്നത് വാസ്തവത്തിൽ എന്നെ രക്ഷിച്ചതിന് നന്ദി. പക്ഷേ അത് കഴിഞ്ഞാൽ ഈ വേദപുസ്തകം എൻ്റെ കയ്യിൽ തന്നതിനകത്ത് നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുകയാണ്. എന്തിനാണ് ഇത് തന്നിരിക്കുന്നത്? വീട്ടിൽ വെച്ചിട്ട് ഇതിന് വല്ലപ്പോഴും പൊടി തട്ടിക്കളയാനല്ല, വല്ലപ്പോഴും വായിക്കാനുള്ള അല്ല, പ്രസംഗിക്കാനാണ്. ഇത് വായിച്ച് കഴിഞ്ഞ് വെച്ച് നിങ്ങൾക്ക് അറിയാവും. നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം, കൊച്ചുമക്കളെ പഠിപ്പിക്കണം, അയൽത്തുകാരെ പഠിപ്പിക്കാൻ ഒക്കുന്നിടത്തൊക്കെ പഠിപ്പിക്കണം. ഹല്ലേലൂയ. മുമ്പേ ഞാൻ ദൈവദൂഷകനോ ഉപദ്രവിയും നിഷ്ഠുരനുമായിരുന്നു, എങ്കിലും അവിശ്വാസത്തിൽ അറിവില്ലാതെ ചെയ്തതായതുകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. എൻ്റെ കഴിഞ്ഞകാല പാപങ്ങളെല്ലാം ക്ഷമിച്ചു തന്നു. കർത്താവ് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിൻ്റെ കൃപ ക്രിസ്തു യേശുവുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ എന്നിലേക്ക് കവിഞ്ഞൊഴുകിയിരിക്കുന്നു. നീ പ്രസംഗിച്ച് നടക്കുമ്പോൾ ഒരു ദൈവദാസനെ പഠിപ്പിച്ചു, നീ പ്രസംഗിക്കുമ്പോഴാണ് നിന്നിൽ
എന്നിലുള്ള അഭിഷേകം കൂടി വരുന്നത് കേട്ടോ. ഹല്ലേലൂയ. പ്രസംഗിക്കാതിരിക്കുമ്പോഴല്ല, പണ്ട് ഞാൻ വിചാരിച്ചിരുന്നത് സബറ്റിക്കൽ ലീവ് എടുക്കുന്നത് നല്ല കാര്യമായിരിക്കും. സബറ്റിക്കൽ ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ക്ഷീണം ആത്മീകമായിട്ട് ക്ഷീണം തോന്നിക്കഴിയുമ്പോൾ 1 വർഷത്തേക്ക് സബറ്റിക്കൽ ലീവ് എടുക്കുക, അല്ലെങ്കിൽ 6 മാസത്തെങ്കിലും സബറ്റിക്കൽ ലീവ് എടുക്കുക. അമേരിക്കയിലൊക്കെ സാഹിബന്മാർ പാസ്റ്റർമാർക്ക് അങ്ങനെ കൊടുക്കും, 6 മാസത്തേക്ക് 1 വർഷത്തേക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ സപ്പോർട്ട് കൊടുത്തുകൊണ്ടേയിരിക്കും, അവർക്ക് ജീവിക്കണ്ടായോ. പക്ഷേ അവർക്ക് കുറച്ച് പുസ്തകം വാങ്ങിച്ചു കൊടുക്കും, വായിച്ചാട്ടെ. പക്ഷേ ഞാനും വിചാരിച്ചത് നല്ലതാണെന്ന്. ഞാനും ഒരിക്കൽ തീരുമാനിച്ചു ഞാൻ സബറ്റിക്കൽ ലീവ് എടുക്കുമെന്ന്. പിന്നെ ഞാൻ മനസ്സിലാക്കി, അന്നേരം വേറെ ദിവസം പറഞ്ഞു, ഇല്ല, നീ പ്രസംഗിച്ച് നടക്കുമ്പോഴാണ് നിന്നുള്ള അഭിഷേകം വർദ്ധിക്കുന്നത്. സബറ്റിക്കൽ ലീവിലുണ്ടല്ല, സബറ്റിക്കൽ ലീവ് അല്ല, നമ്മൾ മാസത്തിൽ ആഴ്ചയിൽ 1 ദിവസം എടുത്താട്ടെ, മാസത്തിൽ 1 ദിവസം എടുത്താട്ടെ, വർഷത്തിൽ ഒരു 5-10 ദിവസം എടുത്താട്ടെ. പക്ഷേ നീ പ്രസംഗിച്ച് നടക്കണം. ഹല്ലേലൂയ. ദൈവത്തോട് നന്ദി പറയാം. കർത്താവേ, നീ തന്നതിനെല്ലാം നന്ദി. ആദ്യം നമ്മൾ ക്ഷമ ചോദിച്ചു, ഇപ്പോൾ നന്ദി പറയണം. നീ തന്നതിനെല്ലാം നന്ദി. നീ ജീവൻ തന്നു, നിനക്ക് സ്തോത്രം. നീ പുതുജീവൻ തന്ന് രക്ഷിച്ചല്ലോ, സ്തോത്രം. ഹല്ലേലൂയ. ഈ ലോകത്തിൽ മരിച്ചു പോകാതെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പുറത്തൊരുമാതിരി ക്യാൻസർ വന്നു, എൻ്റെ നാട്ടിൽ മരിക്കേണ്ടതായിരുന്നു. ദൈവം എന്നെ രക്ഷിച്ചു. ഹല്ലേലൂയ. എത്രയോ പ്രാവശ്യം രക്ഷിച്ചു. എൻ്റെ പപ്പ തോക്ക് ക്ലീൻ ചെയ്ത് മുണ്ട നിറച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അറിയാതെ കാഞ്ചി അങ്ങ് വീണുപോയി. എൻ്റെ തലയുടെ മേളിൽ കൂടെ, തലമുടി കരിഞ്ഞായിരുന്നു, എനിക്കന്ന് 2-3 വയസ്സേ ഉള്ളൂ. എൻ്റെ തലയുടെ മേളിൽ കൂടെയാണ് വെടികൊണ്ട് പോയത്. ദൈവം എന്നെ രക്ഷിച്ചു. ഹല്ലേലൂയ. അങ്ങനെ അവൻ പുതുജീവൻ തന്നു, സ്വർഗത്തിന് അവകാശിയായി വീണ്ടും ജനനം തന്നു, എനിക്ക് സ്നേഹിതന്മാരെ തന്നു, എനിക്ക് കുടുംബം തന്നു, എനിക്ക് ജോലി തന്നു, എനിക്ക് വീട് തന്നു, എനിക്ക് ആരോഗ്യം തന്നു, എനിക്ക് ഒട്ടേറെ ജീവിത സൗകര്യങ്ങൾ തന്നു. ഇല്ലാത്തതിൻ്റെ കണക്ക് പറയാതെ ഓരോന്നിനും നന്ദി പറയുക. എങ്ങനെ? 2025 ദൈവം നിനക്ക് എന്തൊക്കെ ചെയ്തു. ഹല്ലേലൂയ. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വിട്ടുവെച്ച് അവൻ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളെ പറഞ്ഞാട്ടെ. 5-ാമത്തെ കാര്യം, നമുക്ക് 2026 മുൻപ് കാലത്ത് എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ വീണ്ടും ഒന്നുകൂടെ പുതുക്കിയെടുക്കാം. ഒരാളിങ്ങനെ ഞങ്ങളുടെ സഭയിൽ വന്ന് പ്രസംഗിച്ചു, ഞാൻ 10 കൊണ്ടായിരിക്കും സമയത്ത്, നിങ്ങൾ ഈ വർഷം തീരുമാനങ്ങളൊന്നും എടുക്കരുത്, കാരണം നിങ്ങൾ കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷം എടുത്ത തീരുമാനമൊന്നും നടന്നില്ലല്ലോ, അതുകൊണ്ട് തീരുമാനമൊന്നും എടുക്കണ്ട. ശരിയല്ല, നമ്മൾ വീണ്ടും തീരുമാനം എടുക്കണം. ഇങ്ങനെ ഞാൻ പറയുന്നൊരു ഉദ്ധരണിയുണ്ട്, നിങ്ങൾ എന്തായിരിക്കുന്നുവോ അത് ഇന്നലെ എടുത്ത തീരുമാനത്തെ ആസ്പദമാക്കിയിരിക്കുന്നു. ഇനിയും പറയുന്നത് കേട്ടാട്ടെ, തുടരുകയാണ്. നിങ്ങൾ നാളെ എന്തായിരിക്കുമോ അത് ഇന്നെടുക്കുന്ന തീരുമാനത്തെ ആസ്പദമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് പുതിയ തീരുമാനങ്ങൾ എടുക്കാം. 1, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കും. എങ്ങനെ? വിശ്വാസത്തിൻ്റെ വചനം കേട്ട്. 2, ആരാധന ഞാൻ മുടക്കുകയില്ല. 3, ഞാൻ ദശാംശം കുറയ്ക്കുകയില്ല. ക്രിസ്തുവിൻ്റെ ഭാവം എന്നിൽ ഉണ്ടാകും. അതായിരിക്കണം നമ്മുടെ പ്രധാനപ്പെട്ട എയിം. ക്രിസ്തുവിൻ്റെ ഭാവം എന്നിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഞാൻ കഠിനാധ്വാനി ആയിരിക്കും, ഞാൻ അലസനായിരിക്കത്തില്ല. ഞാനൊരു കഠിനാധ്വാനിയാണ്. അങ്ങനെ ആയിത്തീർന്നതാണ്. രക്ഷിക്കപ്പെട്ടപ്പോൾ വിടുന്നത് വരെ ഞാൻ കഠിനാധ്വാനി അല്ലായിരുന്നു. എൻ്റെ പപ്പ എന്നെ പല പ്രാവശ്യം ശപിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എൻ്റെ പപ്പ ഒരു കഠിനാധ്വാനിയാണ്. ഞാൻ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ വീട്ടിൽ കഠിനാധ്വാനി അല്ലാത്ത. പക്ഷേ ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാനൊരു കാര്യം കണ്ടു. അബ്രഹാം കഠിനാധ്വാനി ആയിരുന്നു, ഇസ്ഹാക്ക് കഠിനാധ്വാനി ആയിരുന്നു, യാക്കോബ് കഠിനാധ്വാനി ആയിരുന്നു, അനുഗ്രഹിക്കപ്പെട്ടവരെല്ലാവരും കഠിനാധ്വാനി ആയിരുന്നു. അതുകൊണ്ട് ഞാനും കഠിനാധ്വാനി ആയിത്തീരും. ഞാൻ അങ്ങനെ ആയിത്തീർന്നതാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കണം. ഹല്ലേലൂയ. ഒന്നുകൂടെ പറയാം, ഞാൻ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കും, ആരാധന മുടക്കുകയില്ല, ദശാംശം കുറയ്ക്കത്തില്ല, ക്രിസ്തുവിൻ്റെ ഭാവം എന്നിൽ ഉണ്ടാക്കിയെടുക്കും, ഞാനൊരു കഠിനാധ്വാനി ആയിരിക്കും, സരള ജീവിതം എൻ്റെ ജീവിതശൈലി ആയിരിക്കും. ഞാൻ എൻ്റെ തീരുമാനമാണ്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു, എൻ്റെ വാച്ചുണ്ട്, റെസ്റ്റ് വാച്ചുണ്ട്, 300 രൂപയാണ് എൻ്റെ വില. എറണാകുളത്തൊന്ന് വാങ്ങിച്ചാൽ 2-3 മാസത്തിന് മുമ്പ്. അതിന് നേരത്തെ ഉണ്ടായിരുന്നതിന് 185 രൂപയുള്ളായിരുന്നു വില. 5 വർഷം ഓടി, പിന്നെന്താ വേണം? ഈ 300 വർഷം ഇന്ന് വരെ 1 സെക്കൻഡിൻ്റെ വ്യത്യാസം വന്നിട്ടില്ല. ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ ദരിദ്രനായിട്ട് കീറി ഉടുപ്പിട്ട് നടക്കണമെന്നല്ല, അത് ദൈവത്തിന് നാണക്കേടാണ്. പക്ഷേ സരള ജീവിതം എൻ്റെ ജീവിതശൈലിയാണ്, എൻ്റെ മുഖശോഭയാണ് സരള ജീവിതം. ഞാൻ ദൈവത്തിൽ നിന്ന് പഠിച്ചാണ്, വേദപുസ്തകത്തിൽ നിന്ന് പഠിച്ചതാണ് കേട്ടോ. ഹല്ലേലൂയ. നമുക്ക് സരള ജീവിതമായിരിക്കട്ടെ. 6, നമുക്ക് വിശ്വസിക്കാം. ഹല്ലേലൂയ. നമുക്ക് വിശ്വാസമാണ് ആവശ്യം. 1 കൊരിന്ത്യർ 13:13, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ 3 നിലനിൽക്കുന്നു, ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ഒന്നാമത്തെ എന്താണ്? വിശ്വാസം. നമ്മൾ വിശ്വാസത്തിലാണ് ജീവിക്കേണ്ടത്. അടുത്ത വർഷത്തേക്ക് നമ്മൾ എടുക്കുന്ന തീരുമാനം വിശ്വാസത്തിൻ്റെയാണ്. ഹല്ലേലൂയ. ഒന്നാമത്തെ വിശ്വാസം സകലർക്കും ദൈവം കൊടുത്തിട്ടുണ്ട്. ഒരളവിൽ കൊടുത്തിട്ടുണ്ട്, സകലർക്കും, എനിക്കും നിനക്കും സകലർക്കും കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. റോമർ 12:3, ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ ചിലർക്ക് കൂടുതൽ കിട്ടിയെന്ന് വരാം, ചിലർക്ക് കുറച്ച് കിട്ടിയെന്ന് വരാം. കുറച്ചേ കിട്ടിയിട്ടുള്ളൂ, വറി ചെയ്യേണ്ട, വിഷമിക്കേണ്ട, കാരണം അത് നിനക്ക് വളർത്തിയെടുക്കാം. അതാണ് വിശ്വാസം കേൾവിയാൽ വരുന്നു. അപ്പോൾ നമ്മളത് കേട്ട് വരുന്ന സമയത്ത് നമ്മുടെ വിശ്വാസം വളർത്തിയെടുക്കാം. എങ്ങനെയാണ് വളർത്തിയെടുക്കുന്നത്? വിശ്വാസം കേൾവിയാൽ വരുന്നു. ഇവിടെ റോമർ 10:17, വിശ്വാസം കേൾവിയാൽ വരുന്നു, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ക്രിസ്തുവിൻ്റെ വചനം കേൾക്കണം. ഞാൻ പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
ഞാൻ എല്ലാ ദിവസവും കഴിയുമ്പോഴൊക്കെ എല്ലാ ദിവസവും എന്ന് പറയാനൊക്കത്തില്ല, എൻ്റെ കസേരയിലിരിക്കും. പപ്പ തന്ന ഒരു ചാരു കസേരയുണ്ട്, കാലമൊക്കെ പൊക്കി വെക്കും, നമ്മുടെ കാലത്ത് പഴയ കാലത്തെ അപ്പച്ചന്മാരുടെ കസേര. ആ കസേരയിലിരുന്നുകൊണ്ട് ഞാൻ സങ്കീർത്തനങ്ങൾ കുറച്ച് അധ്യായങ്ങൾ ഉറക്ക വായിക്കും. 15-ാം സങ്കീർത്തനം, 23-ാം സങ്കീർത്തനം, 27-ാം സങ്കീർത്തനം, 32-ാം സങ്കീർത്തനം, 51-ാം സങ്കീർത്തനം, 91-ാം സങ്കീർത്തനം, 121-ാം സങ്കീർത്തനം, ഇങ്ങനെ കുറേയേറെ 27-ാം സങ്കീർത്തനം, ഇങ്ങനെ കുറേയേറെ സങ്കീർത്തനങ്ങൾ വായിക്കും. ആ വാക്യം വായിക്കുമ്പോൾ ഞാൻ എൻ്റെ പേര് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നത്. എങ്ങനെ പ്രാർത്ഥിക്കുന്നത്? യഹോവ PG വർഗീസിൻ്റെ ഇടയനാകുന്നു, PG വർഗീസിന് മുട്ടുണ്ടാകത്തില്ല. വിശ്വാസം ഞാൻ കേൾക്കുന്നു, വിശ്വാസം ഞാൻ പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2026 നിങ്ങളും ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് നിങ്ങളുടെ വിശ്വാസം എടുക്കുവാനിടയായി തീരട്ടെ, വർദ്ധിപ്പിക്കുന്ന വർഷമായി തീരട്ടെ. യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ, മത്തായി 17:21, കടുകുമണി ഇച്ചിരി മതി. 17:21, ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്കൊന്നും അസാധ്യമാകത്തുമില്ല കേട്ടോ, ഒന്നും അസാധ്യമാകത്തില്ല. സകലതും സാധ്യമായി തീരും. നിങ്ങൾ പറയണം. ഹല്ലേലൂയ. 2026 നിങ്ങൾക്ക് ജീവിക്കാൻ, പ്രശ്നം പരിഹരിക്കുവാൻ, വിശ്വാസം വർദ്ധിപ്പിക്കുക. മല മാറ്റാനല്ല, യേശുക്രിസ്തു മലയൊന്നും മാറ്റിയില്ല, ശിഷ്യന്മാരും മലയൊന്നും മാറ്റിയില്ല. പക്ഷേ മല പോലുള്ള പ്രശ്നങ്ങളെ അവർ മാറ്റി. അങ്ങനെയാണെങ്കിൽ നിൻ്റെ മുമ്പാകെയുള്ള പ്രശ്നങ്ങളെ, നിനക്ക് വിദ്യാഭ്യാസം കുറവുള്ളതാ, നിനക്ക് കുറച്ചുകൂടെ സ്വത്ത് വേണമെന്നുള്ളതാ, നിനക്ക് കുറച്ചുകൂടെ കൃപാവരം വേണമെന്നുള്ളതോ, നിങ്ങളുടെ സഭ കുറച്ചുകൂടെ വലുതാകണമെന്നുള്ളതോ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നേരെയാകണമെങ്കിൽ അങ്ങനെയുള്ള ആ മലകളോട് നിങ്ങൾ പറയണം. ഹല്ലേലൂയ. ഒന്നാമത് വിശ്വാസം. എന്നാൽ ഏറ്റവും വലിയത് സ്നേഹമാണ്. ആരോടൊക്കെ സ്നേഹം? ദൈവത്തോടുള്ള സ്നേഹം, നിൻ്റെ കുടുംബത്തോടുള്ള സ്നേഹം. ഹല്ലേലൂയ. ഏതാണ് ഒരാളിൻ്റെ കുടുംബം? നമ്മുടെ ഇന്ത്യക്കാർക്കൊക്കെ ഒരു തെറ്റഭിപ്രായമുണ്ട് അല്ലേ? ഇന്ത്യക്കാർക്കെല്ലാം ഉണ്ട്. അത് നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ്? എൻ്റെ കാര്യങ്ങൾ ചോദിക്കുക, എവിടെയാണ് കുടുംബം? എൻ്റെ അപ്പൻ ഇന്നടത്ത്, എൻ്റെ അമ്മയെടുത്ത്, അത് അപ്പൻ്റെ കുടുംബമാണ്. നിങ്ങളുടെ കുടുംബം, നിങ്ങൾ വിവാഹം കഴിക്കുന്നത് വരെ അത് നിങ്ങളുടെ കുടുംബമാണ്. വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളും നിങ്ങളുടെ ഭാര്യയും മക്കൾ, അതാണ് നിങ്ങളുടെ കുടുംബം. അബദ്ധം പറ്റിയത് കേട്ടോ. ഹല്ലേലൂയ. നിങ്ങൾക്ക് നിങ്ങളോട് ദൈവത്തോട് സ്നേഹം വേണം, നിങ്ങളുടെ കുടുംബത്തോടൊരു സ്നേഹം വേണം. പിന്നെ അത് കഴിയുമ്പോൾ നിങ്ങളുടെ സഭയോടുള്ള സ്നേഹം വേണം, ദൈവ വേലക്കാരോട് സ്നേഹം വേണം. സ്വന്തം സഭ, സ്വന്തം സംഘടന സ്നേഹം ഉണ്ടായിരിക്കണം കേട്ടോ. ഹല്ലേലൂയ. തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അതിനപ്പുറത്തുള്ള ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ പോവാ. നിങ്ങളുടെ സഭയിലല്ലാത്ത വേറൊരു സഭയിലുള്ളവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും നിങ്ങൾ കുറച്ച് രൂപ കൊടുത്തിട്ടുണ്ടോ? അവർ ആശുപത്രിയിലാണെന്നും അറിയുമ്പോൾ ഒന്ന് പോയി കണ്ടിട്ടുണ്ടോ? ചോദിക്കണം. എനിക്കറിയാൻ പോവാത്തവരെ, അപ്പുറത്തെ അവർ എന്താ പോവാത്തത്? എൻ്റെ സഭയിലുള്ളവരല്ല, യേശുവിൻ്റെ സഭയിലല്ലയോ. സഹോദര സ്നേഹം വിട്ടുകളയരുത് കേട്ടോ. നരകത്തിലേക്ക് നടന്നു പോകുന്നവരെ പറ്റി ഒരു സ്നേഹം വേണം. നരകത്തിലേക്ക് നടന്നു പോവുകയാണ്, നരകത്തിലേക്ക് ഓടിപ്പോകുന്നവരുമുണ്ട്. അവരോട് ഭാരപ്പെറ്റി ഒരു ഭാരം, അവരെ പറ്റി സ്നേഹം, അവർക്ക് വേണ്ടി കാര്യമായിട്ട് പ്രാർത്ഥിക്കുവാൻ. എൻ്റെ ഉപദേശം കേട്ടിടാം. നിങ്ങളുടെ വീട്ടിൽ 2026 നിങ്ങൾക്ക് തരുന്ന ഉപദേശമാണ്. ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞാൽ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം കേട്ടോ. ഇന്ത്യയുടെ ഒരു പടം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് നിങ്ങളുടെ ഭിത്തികൾ തൂക്കിയിടണം. എന്നിട്ട് അതിനകത്ത് ഓരോ സ്റ്റേറ്റിലും കൈവച്ച് പ്രാർത്ഥിക്കണം. ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമോ, പ്രവർത്തിക്കുന്ന പ്രവർത്തകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അറിയാവുന്നവരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം. പോരാ, നരകത്തിലേക്ക് പോകുന്നവരെ പറ്റി ഭാരമുണ്ടായിരിക്കണം. ഇന്നലെ എൻ്റെ വീട്ടിലൊരു തീവാരി വന്നു, വടക്കിന്ത്യക്കാരനാണ്, ദൈവവേലക്കാരനാണ്. എൻ്റെ വീട്ടിൽ വന്നിരുന്ന് കഴിഞ്ഞപ്പോഴാണ് കണ്ടത്, എൻ്റെ അപ്പുറത്തെ കസേരയിൽ, ഒരു വലിയ കസേരയാണ്, ഒരു ആലപ്പുഴക്കാരൻ തന്നതാകട്ടെ, ഒരു കസേര 4000 രൂപ കണ്ടേ ഉള്ളൂ, പക്ഷേ ഒരു വലിയ കസേര. ആ കസേരയിൽ ഒരു ഇന്ത്യയുടെ പടം ഞാൻ തയ്പ്പിച്ചിട്ടിരിക്കുന്നു, എംബ്രോയ്ഡറി ചെയ്തിട്ടിരിക്കുകയാണ്, എല്ലാ സ്റ്റേറ്റും വലിയൊരു പടം, ഇത്രയും കാണും. അദ്ദേഹത്തിന് അല്പം പറഞ്ഞു, ഇതെങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു, ഞാൻ തയ്പ്പിച്ചെടുത്തതാണ്, രൂപ കൊടുത്തിട്ട് തയ്പ്പിച്ചെടുത്താണ്. അദ്ദേഹം എൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് പോയി അദ്ദേഹത്തിനും ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ പറയും, നിങ്ങളുടെ വീട്ടിൽ ഒരു കടലാസിനകത്തുള്ള ഒരു പടം വാങ്ങിച്ചിട്ടാണ്, എന്നിട്ട് കൈവച്ചിട്ട് നരകത്തിലേക്ക് നടന്നു പോകുന്നവർ, നരകത്തിലേക്ക് ഓടിപ്പോകുന്നവരെ പിന്നോട്ട് കാണാം. ഹല്ലേലൂയ ഉണ്ടായിരിക്കട്ടെ. അടുത്തത് ദൈവവേലയോടുള്ള സ്നേഹം. നിങ്ങളുടെ സഭയിൽ എന്തെങ്കിലും വേലയുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും വേല ചെയ്യാറുണ്ടോ? ബെഞ്ച് ഉടച്ചിടാറുണ്ടോ? ജനലൊക്കെ അടയ്ക്കാറുണ്ടോ? മുറ്റത്തുള്ള കരിയിലൊക്കെ പെറുക്കിക്കളയാറുണ്ടോ? എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഒരാൾ പറഞ്ഞ്, എനിക്ക് കുനിയാൻ വയ്യ. ഞാൻ പറഞ്ഞു, ഞാൻ കുനിയാതെ ഉള്ള ഒരു മാർഗം, കുനിയാതെ ജോലി ചെയ്യാനുള്ള ഒരു വലിയ കമ്പെടുക്കുക, വേറെ ആരും ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ അറ്റത്തൊരു ആണി അടിക്കുക, എന്നിട്ട് കരിയിലൊക്കെ കുത്തിയെടുക്കാം. ചെയ്തിട്ടുണ്ടോ? ചെയ്യണം കേട്ടോ.
ഒരാൾ ചെയ്യുന്നത് ഞാൻ കണ്ടപ്പോഴാണ് പഠിച്ചത്. അതൊക്കെ എടുത്തു കളയാം. എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണം. അല്ലെങ്കിൽ ദൈവദാസം വന്നു കഴിയുമ്പം പട്ടക്കാരനായിരിക്കാം, പാസ്റ്ററായിരിക്കാം, വന്നു കഴിയുമ്പം അദ്ദേഹത്തിൻ്റെ കാർ കൊണ്ടൊന്ന് പാർക്ക് ചെയ്യാം. ദൈവത്തിൻ്റെ ദാസം പോയിരുന്നു വായിച്ചാട്ടെ, വേദദിവസം വായിച്ചാട്ടെ, ഞങ്ങളോട് പ്രസംഗിക്കണമല്ലോ. ഹല്ലേലൂയ. എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണം. ഹല്ലേലൂയ. എന്തെങ്കിലും ഒരു ജോലി ചെയ്യണം. ഒന്നാമത് വിശ്വാസം, അവസാനം സ്നേഹം. പക്ഷേ ഇതിൻ്റെ മധ്യത്തിൽ ഒരു പ്രത്യാശയുണ്ട്, ഹോപ്പ്. ഹല്ലേലൂയ. നിങ്ങളുടെ ഭാവിയെപ്പറ്റി നിങ്ങൾക്ക് ഒരു പ്രത്യാശ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ മക്കളുടെ ഭാവിയെപ്പറ്റി നിങ്ങൾക്ക് ഒരു പ്രത്യാശ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ബിസിനസ്സിനെ പറ്റി നിങ്ങൾക്കൊരു പ്രത്യാശ ഉണ്ടായിരിക്കണം. 2026 ഇപ്പോൾ ഞങ്ങളുടെ സഭയിൽ എത്ര പേരുണ്ട് വിചാരിച്ചാട്ട്? നിങ്ങളുടെ സഭയിൽ 117 പേരുണ്ട്. വെറുതെ ഒരു സംഖ്യ പറഞ്ഞു, കർത്താവ് 117 ഞങ്ങൾക്ക് അടുത്ത വർഷം ഡബിൾ ആക്കി തരണം. 117 ഇരട്ടി എത്രയാണ്? 234 പേരെ ആക്കി തരണം. കർത്താവെ തരണം. പ്രാർത്ഥിച്ചാട്ടെ. എ റീച്ചബിൾ ടാർഗറ്റ്. അടുത്ത വർഷത്തേക്ക് ചോദിച്ചാട്ടെ. കർത്താവെ ഞങ്ങൾക്ക് 7 സെൻറ്റ് ഭൂമിയുണ്ട്. കർത്താവെ ഞങ്ങൾക്ക് വരുമാനം വർദ്ധിച്ച് അത് 10 സെൻറ്റ് ആക്കി തരണം. കർത്താവെ എൻ്റെ ബിസിനസ് ഇന്ന് ഒരു ദിവസത്തെ വിൽപ്പന വരുന്നത് 17,000 രൂപയാണ്. കർത്താവെ അത് ഇരട്ടിയാക്കി തരണം. നിങ്ങൾക്ക് ഒരു ഹോപ്പ് ഉണ്ടായിരിക്കട്ടെ. നിങ്ങളെപ്പറ്റി, നിങ്ങളുടെ മക്കളെപ്പറ്റി, നിങ്ങളുടെ സഭയെപ്പറ്റി, നിങ്ങളുടെ ബിസിനസ്സിനെ പറ്റി പ്രത്യാശ ഉണ്ടെങ്കിൽ നിങ്ങളത് സംസാരിക്കണം. ഹല്ലേലൂയ. സ്വയമെങ്കിലും സംസാരിക്കണം. ഇതാ 2 കൊരിന്ത്യർ 4:13. അറിയാൻ വയ്യാത്തവർ എഴുതിയെടുക്കണം. വിശ്വാസത്തിൻ്റെ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു. കേട്ടോ, വിശ്വാസത്തിൻ്റെ ആത്മാവുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കണം. അതുകൊണ്ട് ഞങ്ങൾ സംസാരിക്കുന്നു. നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്? 2026 എന്താണ് നിങ്ങളുടെ വിശ്വാസം? എനിക്ക് SMS അയച്ചാട്ടെ, എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാട്ടെ, നിങ്ങളുടെ പേരും മെസ്സേജും കൂടെ അയച്ചാട്ടെ. എൻ്റെ വരും. എൻ്റെ ഇതിനകത്ത് കാണുന്ന നമ്പറിനകത്ത് അയച്ചാൽ മതി. അതെൻ്റെ വരും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കൈവച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കൊരു വലിയ ലക്ഷ്യം ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയണം. നിങ്ങൾക്ക് സ്നേഹമുണ്ടായിരിക്കണം. ഇതിൻ്റെ മധ്യത്തിൽ നിങ്ങൾക്കൊരു പ്രത്യാശ വേണം. നിങ്ങളെപ്പറ്റി പ്രത്യാശ, നിങ്ങളുടെ ഭാര്യയെപ്പറ്റി പ്രത്യാശ, നിങ്ങളുടെ ഭർത്താവിനെ പറ്റി പ്രത്യാശ, നിങ്ങളുടെ മക്കളെപ്പറ്റി പ്രത്യാശ, നിങ്ങളുടെ സഭയെപ്പറ്റി പ്രത്യാശ. ഹല്ലേലൂയ. നിങ്ങളുടെ ഭൂമിയെപ്പറ്റി പ്രത്യാശ, നിങ്ങളുടെ വീടിനെപ്പറ്റി പ്രത്യാശ, നിങ്ങളുടെ പേഴ്സിനെ പറ്റി പ്രത്യാശ, നിങ്ങളുടെ കഴിവുകളെപ്പറ്റി പ്രത്യാശ. ഹല്ലേലൂയ. ഹല്ലേലൂയ. വലിയൊരു പ്രത്യാശ ഉണ്ടായിരിക്കട്ടെ. ഞാൻ പ്രത്യാശയുടെ വാക്കുകൾ പറയണം. അത് പറയണം. വിശ്വാസത്തിൻ്റെ വാക്കുകൾ പ്രത്യാശയായിട്ട് പറയണം. എനിക്ക് ദൈവം ചെയ്തു തരും. ഞാൻ ഒരിക്കൽ പറഞ്ഞ കഥ നിങ്ങൾ പറയാൻ സമയമില്ല. ഹല്ലേലൂയ. ഞാൻ കാശ്മീരിൽ നിന്ന് ഞാനും ലില്ലിയും കൂടെ പട്ടാളത്തിൽ നിന്ന് അവസാനത്തെ അവധിക്ക് പോവുകയാണ്. അവധിക്ക് പോകുമ്പോൾ റിസർവേഷനില്ല. ഡൽഹി വരെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് റിസർവേഷനില്ല. എൻ്റെ കൂടെ വന്ന 2 പട്ടാളക്കാർ പറഞ്ഞു, അയ്യോ ഈ കൊച്ചു കുഞ്ഞ് 3 മാസമേ ഉള്ളൂ, 3 മാസമുള്ള ഈ കൊച്ചിനെയും കൊണ്ട് പോവാണോ? അയ്യോ എന്തോ ഒരു ചൂടാ, റിസർവേഷൻ ഇല്ലാതെ എങ്ങനെ പോയി, അകത്ത് കയറുന്നത് പ്രയാസം. ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവം എനിക്ക് റിസർവേഷൻ തരും. എൻ്റെ കയ്യിലില്ല, റിസർവേഷൻ ഇല്ല. വലിയ പ്രയാസമാണ്. നിങ്ങൾ ആലോചിച്ചോ, ഡൽഹിയിൽ നിന്ന് അന്ന് കേരളത്തിലേക്ക് ട്രെയിനില്ല, മദ്രാസിൽ കൂടെ പോകണം. മദ്രാസ് വരെയുള്ള റിസർവേഷൻ ഇല്ല. ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവം എനിക്ക് തരും. എന്താ എവിടെയെന്നറിയാം? ദൈവം അത്യത്ഭുതമായിട്ട് കിട്ടത്തില്ല. ഒരു മിലിറ്ററി ഓഫീസർ വിചാരിച്ചാൽ കിട്ടത്തില്ല. എനിക്ക് എയർ കണ്ടീഷനകത്ത് എനിക്കും എൻ്റെ ഭാര്യയ്ക്കും കൂടെ പോകാനുള്ള കിട്ടി. എന്താ കാര്യം? എൻ്റെ പ്രത്യാശ. ഞാൻ പ്രത്യാശ പറഞ്ഞു. ഹല്ലേലൂയ. 1979 ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അടുത്ത 10 വർഷത്തിനകത്ത് 200 സഭ സ്ഥാപിക്കും. 10 വർഷത്തിനകത്തല്ല, 9 വർഷത്തിനകത്ത് സാധിച്ചു. ഹല്ലേലൂയ. 1981 ഞാൻ എൻ്റെ ആദ്യത്തെ പുസ്തകം എഴുതി, അത്ഭുതങ്ങളുടെ താക്കോൽ. അന്ന് ഞാൻ പറഞ്ഞു 100 പുസ്തകം ഞാൻ എഴുതും. 85 എഴുതി കഴിഞ്ഞു കേട്ടോ. എഴുതാൻ ഒക്കാഞ്ഞിട്ടല്ല, പ്രസിദ്ധീകരിക്കാൻ പ്രയാസം ഉണ്ടായിട്ടാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് പറയുന്നു, നിങ്ങൾ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുക. 2010 ഡിസംബറിൽ ഡൽഹിയിൽ വെച്ചൊരു കോൺഫറൻസ് നടക്കുകയാണ്. ഉയർന്നു വരുന്ന ദൈവദാസന്മാരുടെ കോൺഫറൻസ്. സീനിയറല്ല, ജൂനിയറിനേക്കാളും ജൂനിയറായിട്ടുള്ള ഉയർന്നു വരുന്ന ദൈവദാസന്മാർ വേറൊരാൾ നടത്തിയാണ്. അപ്പോൾ എന്നെ പ്രസംഗിക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ അവിടെ പോയി പ്രസംഗിച്ചത് ദാവീദും 5 കല്ലും. എൻ്റെ പുസ്തകമുണ്ട്, അത് വായിച്ചാൽ നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. വേദപുസ്തകം പഠിക്കണമെന്നോ ആഗ്രഹമുള്ളവർക്ക് മാത്രം മതി കേട്ടോ. വിശ്വാസികൾക്കുള്ളതല്ലത് കേട്ടോ. അത് സുവിശേഷം പ്രസംഗിക്കുന്നവർക്കുള്ളതാണ്, പഠിക്കുന്നവർക്കുള്ളതാണ്. അത് ഞാൻ പ്രസംഗിച്ചു. അപ്പോൾ എന്നൊക്കെ പറഞ്ഞു, നാളെ ഞങ്ങളുടെ അവസാനത്തെ ദിവസമാണ്, കർത്തൃമേശ ഉണ്ടായിരിക്കാം, ബ്രദർ വരണം. ഞാൻ പറഞ്ഞു, ഞാൻ തീർച്ചയായിട്ടും വരാം. ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞാൽ ലിലി പറഞ്ഞു ഞാനും വരുന്നു, എൻ്റെ മോള് പറഞ്ഞു ഞാനും വരുന്നു. ഞാൻ രാവിലെ എഴുന്നേറ്റു, നടക്കാൻ പോയതെന്ന് എനിക്ക് ഓർമ്മയില്ല, എന്നും നടക്കുന്നതാണ്. ഞാൻ ഷേവ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ എനിക്ക് മനസ്സിലായി, ഐ ആം നോട്ട് വെൽ, എനിക്ക് നല്ല സുഖമില്ല. ഞാൻ പകുതിയെ ഷേവ് ചെയ്തുള്ളൂ, ഇവിടെ ഷേവ് ചെയ്തില്ല. അങ്ങനെ ഞാൻ വെളിയിൽ പോകുന്നതല്ല, ഇവിടെ മാത്രം ഷേവ് ചെയ്തു. ഞാൻ ഡ്രസ്സ് ചെയ്തു, ലില്ലിയും മോളും ഡ്രസ്സ് ചെയ്യുകയാണ്. ഞാൻ ചാരു കസേര, പപ്പ തന്ന ചാരു കസേര, ഞാനിങ്ങനെ അവിടോട്ട് ചെന്ന് വെച്ചാൽ ആ കസേരയിലോട്ട് അങ്ങ് വീണ് പോയി. ഞാൻ ലില്ലിയൊക്കെ പറഞ്ഞു, എനിക്ക് പോകാൻ കഴിയത്തില്ല, നിങ്ങൾ പോകും. അവർ പറഞ്ഞു ഞങ്ങളും പോകുന്നില്ല.
ഞാൻ അവിടെ കിടന്നു, ഒന്ന് അനങ്ങിയില്ല. അനങ്ങാൻ എനിക്ക് ബലമില്ലായിരുന്നു. ആഹാരം കഴിച്ചില്ല. അടുത്ത ദിവസം ഞാൻ ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടറിനെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ ഒക്കെ പറഞ്ഞു, നോക്കിയേ, ഒന്നുകിൽ നിങ്ങൾക്ക് ക്ഷയരോഗമാണ്, അതുകൊണ്ട് ആശുപത്രിയിൽ ഒരു 3 മാസം അഡ്മിറ്റ് ആവണം, അല്ലെങ്കിൽ നിങ്ങൾ 3 ദിവസം ഇവിടെ വന്ന് അഡ്മിറ്റ് ആവണം. ക്ഷയമായിരിക്കാനാണ് സാധ്യത. എന്നെ ഏതാണ്ടൊന്ന് പരിശോധിക്കാനായിട്ട് എൻ്റെ രക്തമൊക്കെ എടുത്തിട്ട് അദ്ദേഹം വിട്ടു. ഞാൻ തിരിച്ചു വന്ന് അടുത്ത ദിവസം കസേരയിലിരിക്കുകയാണ്. ഞാൻ ഡ്രസ്സ് ചെയ്തിട്ട് വീട്ടിൽ ഇരിക്കത്തുള്ളൂ, ചെറിയ ഡ്രസ്സ് വീട്ടിൽ ഇരിക്കത്തുള്ളൂ. കുളിച്ചിട്ട് ഡ്രസ്സ് ചെയ്തിരിക്കുകയാണ്. ആ ചാരു കസേര കിടക്കുകയാണ്. എനിക്ക് ചുമയ്ക്കണമെന്ന് തോന്നി. ഞാൻ പെട്ടെന്ന് ഹാൻഡ് കർച്ചീഫ് എടുത്തു. ഒരു കളറുള്ള ഹാൻഡ് കർച്ചീഫായിരുന്നു, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ അതിനകത്ത് ചുമച്ചു. ചോര, സിന്ദൂരം വാരി കുടഞ്ഞതുപോലെയുള്ള ചോര. ഞാൻ ഒളിച്ചു, കാരണം ലില്ലി കാണാൻ പാടില്ല, മോള് കാണാൻ പാടില്ല, ഒരു വിഷമിക്കും. ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ചോര. ഡോക്ടർ പറഞ്ഞായിരിക്കാം ക്ഷയരോഗമായിരിക്കാം, അല്ലെങ്കിൽ ന്യൂമോണിയയും ഏതാണ്ടൊക്കെ കൂടെ ഒന്നിച്ചു വന്നതായിരിക്കാം. എൻ്റെ മുമ്പിൽ പിശാച് വന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ പറഞ്ഞല്ലോ ഇന്ത്യ മുഴുവൻ ഓടി നടക്കുവാണെന്ന്, എനിക്കൊന്ന് കാണണം നീ ഓടി നടക്കുന്നത്. നീ ഇവിടുന്ന് എഴുന്നേക്കത്തില്ല, നീ ക്ഷയരോഗാശുപത്രിയിലായിരിക്കും. ഞാൻ ചാടി അങ്ങ് എഴുന്നേറ്റു. ഞാൻ പറഞ്ഞു, നിനക്കറിഞ്ഞൂടാ, എൻ്റെ കർത്താവ് എനിക്ക് സൗഖ്യമാക്കും. ഞാൻ പറഞ്ഞു, സ്വയം പറഞ്ഞു, പല പ്രാവശ്യം പറഞ്ഞു, ഞാൻ ഓടി നടക്കും, ഞാൻ ഇന്ത്യ മുഴുവൻ നടക്കും. ഞാൻ അടുത്ത വർഷം ഇന്ത്യയിലെ 23 സ്റ്റേറ്റിൽ പോയി സുവിശേഷം പ്രസംഗിച്ചു. ഞാൻ സുഖമായി, ആശുപത്രി പോകാതെ പിന്നെ സുഖമായി. കർത്താവിനെ സുഖമായി. 14 വർഷം കഴിഞ്ഞു. ഞാൻ ഇന്നും സുഖമുള്ളവനായിരിക്കുന്നു, എല്ലായിടത്തും ഓടി നടക്കുന്നു. പിശാച് എൻ്റെ ക്ഷയരോഗം എൻ്റെ കൈക്ക് കയറി പിടിച്ചതാണ്. എനിക്കറിഞ്ഞൂടാ ക്ഷയമായിരുന്നോ അതോ ന്യൂമോണിയ കൂടിയതാണോ, എനിക്കറിഞ്ഞു ടൈഫോയിഡും എല്ലാം കൂടെ വന്നാണ്, എനിക്കറിഞ്ഞൂടാ. എന്തുമായിരുന്നാലും ഞാൻ പിശാചിൻ്റെ കൈ തട്ടിക്കളഞ്ഞു വെച്ച് ഞാൻ ഓടി നടക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഞാൻ വിശ്വസിച്ചു. വിശ്വാസം, സ്നേഹം, പ്രത്യാശ. എന്താണ് നിങ്ങൾക്ക് 2026 പ്രത്യാശ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങളും പ്രത്യാശിക്കുന്നത് പറയണം. 2026 നിങ്ങൾക്ക് ഒരു പുതിയ വർഷമായിരിക്കട്ടെ, പുതിയ അനുഗ്രഹത്തിൻ്റെ വർഷമായിരിക്കട്ടെ. പറയുന്നേട്ടാ, നിങ്ങൾക്ക് വേണ്ടി എൻ്റെ സ്വർഗസ്ഥനായ ദൈവം ഒരു മെഴുകുതിരി കത്തിക്കട്ടെ. സമാധാനത്തിൻ്റെ മെഴുകുതിരി, വിശ്വാസത്തിൻ്റെ മെഴുകുതിരി, പ്രത്യാശയുടെ മെഴുകുതിരി, ആനന്ദത്തിൻ്റെ മെഴുകുതിരി, ഒരു പൂത്തിരി എൻ്റെ സ്വർഗസ്ഥനായ ദൈവം നിങ്ങൾക്ക് കത്തിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആർക്കൊക്കെയാണ് എൻ്റെ പ്രാർത്ഥന ആവശ്യം, ഈ മെഴുകുതിരിയിലേക്ക് കൈവെക്കാം. ഇതിലല്ല വിശ്വാസം, ദൈവത്തിലേക്ക്. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു മെഴുകുതിരി കത്തിക്കട്ടെ. സമാധാനത്തിൻ്റെ മെഴുകുതിരി കത്തിക്കട്ടെ, ആനന്ദത്തിൻ്റെ മെഴുകുതിരി കത്തിക്കട്ടെ, അഭിവൃദ്ധിയുടെ മെഴുകുതിരി കത്തിക്കട്ടെ, ദൈവകൃപയുടെ മെഴുകുതിരി കത്തിക്കട്ടെ, വളർച്ചയുടെ മെഴുകുതിരി കത്തിക്കട്ടെ, ഉയർച്ചയുടെ മെഴുകുതിരി കത്തിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബ സമാധാനത്തിൻ്റെ, ഹല്ലേലൂയ, വിവാഹം നടക്കാത്തവരുടെ വിവാഹം 2026 എല്ലാ വിധത്തിലും അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും കൃപയുടെയും വർഷമായി തീരട്ടെ, ഫേവറിൻ്റെ വർഷമായി തീരട്ടെ. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവായ യേശുവേ, ആരൊക്കെയാണോ ഈ സമയത്ത് പ്രാർത്ഥന ചോദിക്കുന്നത്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് നന്മയുണ്ടാകട്ടെ, ദൈവത്തിൻ്റെ കൃപയുണ്ടാകട്ടെ, ദൈവത്തിൻ്റെ സമാധാനം ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ 2026 അനുഗ്രഹത്തിൻ്റെ വർഷമായി തീരട്ടെ, ദൈവത്തിൻ്റെ കൃപയുടെ വർഷമായി തീരട്ടെ. അവരുടെ ജീവിതത്തിനകത്ത് പൂത്തിരി കത്തട്ടെ. എൻ്റെ കർത്താവ് കത്തിക്കണം. എനിക്ക് ചെയ്യാൻ സാധ്യമല്ല, ഞാൻ പ്രാർത്ഥിക്കും, എൻ്റെ ദൈവം അത് ചെയ്യും. അതുകൊണ്ട് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയട്ടെ. ഇന്നു മുതൽ നെഗറ്റീവായിട്ട് ഒന്നും പറയാതെ, ആൾറെഡി അവർ കാണാത്തപ്പോഴും കണ്ടുകൊണ്ട്, വിശ്വാസത്താൽ കണ്ടുകൊണ്ട്, വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കട്ടെ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ, ആമേൻ. അനുഗ്രഹിക്കപ്പെടണം. ദൈവം നിങ്ങൾക്ക് വേണ്ടി പൂത്തിരി കത്തിക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു.